വെൽക്കം ബാക്ക് ടു നാസ് ക്രിയേഷൻസ്. വീണ്ടും ഒരു ഷീൻ ഹോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഇത് വന്നതേ ഉള്ളൂ. ഞാൻ ഇത് പൊട്ടിച്ചു, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ പോവാം. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കൂടെ ഹോള് ചെയ്യാൻ വന്നിരിക്കുന്ന ആരാ? അലോഷി. ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഐറ്റം അവൻ്റെ ഒരു വെറ്റ് ഷൂസാണ്. നമുക്ക് വെള്ളത്തിലും ഒക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ഷൂസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അവൻ്റെ ഇന്നർ സോൾ എന്ന് പറയുന്നത് 14 ആയിരുന്നു, പക്ഷെ കറക്റ്റ് 14 സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പം നെക്സ്റ്റ് 14.4 എന്ന് കണ്ട അതാണ് എടുത്തത്. ഇതിൻ്റെ അകത്ത് സൈസ് കാണിച്ചിരിക്കുന്നത് CN 16 to 17 എന്നാണ്. നമുക്ക് അടിയിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണ്. ഇതും ഇങ്ങനെ വാട്ടർ റെപ്പലൻ്റ് പോലത്തെ ഒരു ക്ലോത്താണ്. ഇപ്പം തന്നെ അലോഷിനെ ട്രൈ ചെയ്ത് നോക്കാം. അലോഷി, നമുക്കൊന്ന് ഇത് നിനക്ക് ഫിറ്റ് ആവുമോ എന്നൊന്ന് നോക്കട്ടെ. ഇപ്പം സോക്സ് ഇട്ടിട്ടുണ്ട്, എന്നാലും കയറുമോ എന്ന് നോക്കാം നമുക്ക്. യെസ്, കണ്ടോ, കറക്റ്റ് സൈസായിരുന്നു കേട്ടോ. ഇവൻ്റെ കാല് ഞാനൊരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്റിമീറ്റർ എടുത്തു. അപ്പം സൈസ് ഗൈഡിൽ ഇവൻ്റെ ശരിക്കും 14 ആയിരുന്നു വന്നത്, പക്ഷേ ആ 14 എന്ന് പറഞ്ഞുണ്ടായിരുന്നില്ല, 14.2 14.4 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതാണ് കാരണം എപ്പോഴും ഞാൻ നെക്സ്റ്റ് കൂടിയ സൈസാണ് ഞാൻ എടുത്തത്, ഇനി കുഞ്ഞാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിപ്പോൾ കറക്റ്റ് ഇതാണ്. ഈവൻ സോക്സ് ഇട്ടിട്ട് കൂടി അവന് കംഫർട്ടബിളായിട്ട് കയറ്റാൻ പറ്റുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ട്രൈ ഓണും കൂടെ ആയി. ഓക്കെ, അപ്പോൾ ഇനി അലോഷി പോയിക്കോ. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. ഓക്കെ, അപ്പോൾ പോവാം. സെക്കൻഡ് ഐറ്റം ഇങ്ങനെ ഇത് ഞാനൊരു ടോപ്പാണ് നോക്കിയത്. ഇതാണ് സാധനം. ഇങ്ങനെ ഇതാണ് സൈസ്. ഞാൻ തോന്നുന്നു 1XL ആണ് എടുത്തത്. കണ്ടിട്ട് എനിക്ക് ഒരെണ്ണം കുഞ്ഞു സൈസ് മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഇതിങ്ങനെ കണ്ടോ, ഈ ഇതാണ് ഇച്ചിരി കൂടി സ്ട്രെച്ചബിൾ ആണ്. വൈഡ് ഓപ്പൺ, എനിക്കൊന്ന് ഓഫ് ഷോൾഡറായിട്ടും വേണമെങ്കിൽ ഇടാം, അല്ലാതെ ഇങ്ങനെ വൈഡനായിട്ടുള്ള രീതിയിലും ഇടാം. ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ അങ്ങനത്തെ ഫാബ്രിക് തന്നെയാണ്. ഒരു ലൈറ്റ് പിങ്ക് ഓർ മേ ബി ലാവൻഡർ, ലൈറ്റ് ലാവൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചതാണ്. വേണമെങ്കിൽ ഒരു സൈസ് കുഞ്ഞാക്കാമായിരുന്നു, പക്ഷേ ഐ ആം ഹാപ്പി. ഞാനത് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. എല്ലാ വീഡിയോയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാനത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കുമായിരുന്നു അതിൻ്റെ കുറേ പോർഷൻസ് അലോഷി വന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓഫായിപ്പോയി. അപ്പോൾ എനിക്കിതെല്ലാം രണ്ടാമത് ചെയ്യേണ്ടി വരികയാണ്. ഞാൻ ആ മേടിച്ച ടോപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇങ്ങനെ ഓഫ് ഷോൾഡറായിട്ട് ഇടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഇട്ടോളാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കൈ ആണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. കൈക്ക് വണ്ണം തോന്നിക്കുമെന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഒത്തിരി ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഡീപ്പായിട്ടും അല്ല ഇരിക്കുന്നത്. സ്മോക്കിംഗ് ഉള്ള ഇത് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. അപ്പം ഇതാണ് ടോപ്പ്. അപ്പം ഞാൻ ഇത് ഓൾറെഡി എല്ലാം ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്വിംവെയർ ആണ്. അപ്പം ഒത്തിരി ഷോർട്ട് ലെങ്ത് ഉള്ള കുറേ വെറൈറ്റി കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലോങ് ആയിട്ടുള്ളത് തന്നെ വേണമായിരുന്നു, ഫുൾ കൈ ഉള്ളതും ഫുൾ ലെങ്ത് ഉള്ളതും. അപ്പോൾ അതിൽ വലിയ സെലക്ഷൻസ് ഞാൻ കണ്ടില്ല ഫുൾ ലെങ്ത് ഉള്ള. അല്ലാതെ നല്ല നല്ല കളേഴ്സും വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഫുള്ള് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. ഇത് 18 to ആ തൊപ്പിയിലുണ്ടല്ലോ 18 to 24 മന്ത്സിൻ്റെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷെ അവന് ഇച്ചിരി നീളം കൂടുതലാണ്. അപ്പം നീളം കൂടുതലായാലും ആരും അത് കീറിക്കളയേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഇത് വേണം എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തായി. കണ്ടോ,
അതിൻ്റെ ഇതും പോകത്തില്ല. വളരുന്നതനുസരിച്ച് നമുക്ക് അയച്ചിടേണ്ട കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 18 to 24 months തന്നെ എടുത്തത്. പുറയിൽ ഇങ്ങനെ നല്ല സിബുണ്ട്. ഇതുണ്ടോ, സ്ട്രെച്ചബിൾ ഫാബ്രിക്കാണ്, പിന്നെ അലിഗേറ്ററിൻ്റെ പോലത്തേതാണ്. കയ്യിൽ ഒരു ബ്ലൂ കളറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വെറ്റ് ക്യാപ്പും കൂടെയുണ്ട്. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ വെള്ളം ഇങ്ങനെ താഴെക്കൂടെ നനയാതിരിക്കാനുള്ള വിത്ത് കോംബോയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ വെക്കേഷൻ വരികയാണ് പിള്ളേരുടെ, അപ്പോൾ അതുകൊണ്ടാണ് അവന് ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ അവന് സ്വിം വെയർ അവൻ്റെയൊക്കെ ടൈറ്റായി തുടങ്ങിയായിരുന്നു. അതായിരുന്നു മെയിനായിട്ട് ഉദ്ദേശിച്ചത്, മേടിച്ചത്. പോവുമെന്ന് ചോദിച്ചാൽ അറിയില്ല, എന്നാലും ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. ഇതാണ് അടുത്ത ഐറ്റം. പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഇങ്ങനത്തെ ഈ പാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ ഓപ്പൺ ചെയ്തതാണ്. ഇത് 12 inch LCD റൈറ്റിംഗ് ടാബ്ലറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഇങ്ങനത്തെ ഇത് ഇൻസേർട്ടഡ് ആയിട്ട് എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ടായിരുന്നു വന്നിരുന്നത്. കണ്ടോ, ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു പെൻസിലുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യാം. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിലാണ് ഓണും ഓഫും ചെയ്യുന്ന ബട്ടൺ. നമുക്ക് ഓണാക്കാം. എന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും വരയ്ക്കോ എഴുതോ. ഓക്കെ, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവർ വിത്ത് ലീഫ് വരച്ചു, കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ ബട്ടൺ ഞെക്കുക. ഇവിടെ ഞെക്കിയില്ല, കണ്ടോ, അത് പോയി. അപ്പം നമുക്ക് പിന്നെയും അവൻ ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും. നേരത്തെ അവൻ ട്രൈ ചെയ്തു, അത് കുത്തി വരച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ തന്നെ ഇത് ഞെക്കിയപ്പോഴത്തേക്കും അത് ഡിലീറ്റായി. അപ്പം എന്ത് വേണമെങ്കിലും പിന്നെ നമുക്ക് ഇവ കണ്ടോ, അലോഷി എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരിച്ചാൽ കാണുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞു ഓക്കെ, ഈ വിരൽ വെച്ച് ഞെക്കുമ്പോഴേ ആവുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ബാറ്ററി ഉണ്ടെന്നാണ്. ഇവിടെ ഒരു സ്ലോട്ടിൽ ബാറ്ററി ഉണ്ടെന്നാണ്. അത് റിമൂവ് ചെയ്ത് നമുക്ക് വേറെ ബാറ്ററി ഇടാവുന്നതാണ്. പക്ഷേ എനിക്ക് ഞാൻ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തുറന്ന് അതിനെ പൊട്ടിക്കുന്നില്ല. ചേട്ടായി വന്നിട്ട് അത് ട്രൈ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഷീനിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. ഇതിലേതെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം വേറെ നല്ല യൂസ്ഫുൾ ഹോൾസുമായിട്ട് ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.